അപ്പം ഒരു രോഗി ഒരു പർട്ടിക്കുലർ ഡോക്ടറെ കാണിക്കാൻ ചെല്ലുന്നു. ആ രോഗിക്ക് ഡോക്ടർ പറയുകയാണ് ഇന്നതാണ് നിങ്ങളുടെ ചികിത്സാ രീതി, അല്ലെങ്കിൽ ഇന്ന ചികിത്സകളാണ് നിങ്ങളുടെ അസുഖത്തിന് എടുക്കേണ്ടത്. ഈ രോഗിക്ക് ആ ഡോക്ടർ പറഞ്ഞതിൽ തൃപ്തനല്ലെങ്കിൽ ആ രോഗി എന്താ ചെയ്യേണ്ടത്? വേറൊരാളെ കാണിച്ച് ഒരു റിപ്പോർട്ട് കൂടെ എടുക്കണം. ഈ പറയുന്നത് കറക്റ്റാണോ? അത് രോഗിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ആ രോഗിക്കുണ്ട്. ഇനി ആ രോഗിക്ക് അങ്ങനത്തെ അവസ്ഥയില്ല, രോഗി ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഔട്ട്കം പൂർ ആയിരിക്കാം. ഇതും ഒരു ഡോക്ടറിൻ്റെ എന്താ പറയുക, ഡോക്ടർ ചെയ്യേണ്ട കാര്യമാണ്. ഒരു രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിന് ഇത്ര % ഔട്ട്കം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന റിസ്കിന് സാധ്യതയുണ്ട് എന്ന് രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഈ മനസ്സിലാക്കി കൊടുത്ത് രോഗി മനസ്സിലായതിനു ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. രോഗിക്ക് മനസ്സിലായില്ലെങ്കിൽ രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും കൃത്യമായിട്ട് ആ ഡോക്ടറോട് ചോദ്യം ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഒരു ഡോക്ടറും അല്ലെങ്കിൽ ഒരു സിസ്റ്റവും ആ അധികാരമില്ല എന്ന് പറയുന്നില്ല. അത് പൂർണ്ണമായിട്ടും ആ പേഷ്യൻ്റ് ഫ്രീഡമാണ്. ഞാൻ രോഗിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ, ഒരു ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനാണെങ്കിൽ ഇത് ഇന്ന മരുന്നാണ് ഇഞ്ചക്ഷൻ ഞാൻ തരുതാൻ പോകുന്നത്, ഇത് ഇന്ന അസുഖങ്ങൾക്കുള്ള ഇഞ്ചക്ഷനാണ്, ഈ ഇഞ്ചക്ഷന് ഇന്ന നെഗറ്റിവിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം എന്ന് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ തരാൻ പാടുള്ളൂ. ഇത് നമ്മുടെ നാടിൻ്റെ നിയമമാണ്. ഈ നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റലിനുണ്ട്, ക്ലിനീഷ്യനുണ്ട്, നഴ്സിംഗ് സ്റ്റാഫിനുണ്ട്, ക്ലിനിക്കൽ ടീമിനുണ്ട്. ഇനി ഇത് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഒരു പൗരനുണ്ട്.